ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബീം എന്ന ഒരു പേയ്മെൻറ്റ് ആപ്പാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ ആപ്പ് അവതരിപ്പിക്കുന്നത്. UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന ഒരു പുതു സങ്കേതം വഴിയാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ ഇന്നൊരു ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ബീം എന്ന ആപ്പിൻ്റെ പ്രാധാന്യം വളരെയധികമാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമുക്കിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം ബീം എന്ന് ടൈപ്പ് ചെയ്യുക. BHIM ആണ് ബീമിൻ്റെ സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. അതിനുശേഷം ആ സ്ക്രീന് തെളിഞ്ഞു വരും. അപ്പോൾ ബീം സെലക്ട് ചെയ്യുക. ബീം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ സ്ക്രീന് വരും. ഇൻസ്റ്റാൾ സ്ക്രീനിൽ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് ബീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി എന്നാണ് UPI അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം വെൽക്കം ടു ബീം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻ കാണാം. അതിൽ ഒരു SMS സെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ആ SMS ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ആവും. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ allow us to access എന്ന് പറഞ്ഞിട്ട് കാണാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ SIM 1 SIM 2 അങ്ങനെ കാണാൻ പറ്റും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, അതായത് പ്രൈമറി നമ്പർ, ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ SIM 1 തന്നെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ആപ്പിൽ ഒരു എറർ വരാൻ സാധ്യതയുണ്ട്. ഡിവൈസ് ബൈൻഡിങ് എറർ എന്ന് പറഞ്ഞിട്ട് ഒരു എറർ വരും. അത് ഈ SIM 2 പ്രൈമറി നമ്പർ കിടക്കുന്നതുകൊണ്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം SIM 1 നിന്നും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്നും ഒരു SMS പോവും. ₹1.50 കട്ടാവും. അതൊരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ പാസ്കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ഒരു സെക്യൂർ ആയിട്ടുള്ള, നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നതും എന്നാൽ മറ്റുള്ളവർക്ക് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള 4 നമ്പർ കൊടുക്കുക. രജിസ്റ്റർ പാസ്കോഡ് കൊടുക്കുക. ഇവിടെ ടിക്ക് ബട്ടൺ കാണാം. ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം പാസ്കോഡ് കൊടുക്കുക. കൺഫേം പാസ്കോഡ് അതേ പാസ്കോഡ് തന്നെയാണ് അടിക്കേണ്ടത്. ടിക്ക് ബട്ടൺ കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീം ആപ്പ് ആക്ടിവേറ്റ് ആയിട്ട് വരും. ഇതിൻ്റെ മെയിൻ സ്ക്രീൻ, ബീം ആപ്പിൻ്റെ മെയിൻ സ്ക്രീനാണ് ഇത്. അതിൽ നമുക്ക് മെയിനായിട്ടും 3 ഓപ്ഷൻസാണ് ട്രാൻസ്ഫർ മണിയിൽ കാണാൻ പറ്റുക. സെൻഡ് മണിയുണ്ട്, റിക്വസ്റ്റ് ഉണ്ട്, സ്കാൻ ആൻഡ് പേ ഉണ്ട്. അതിലോരോന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ നോക്കുന്നത് സെൻഡ് മണി ഓപ്ഷനാണ്. അപ്പോൾ സെൻഡ് മണി ഓപ്ഷനിൽ നിന്ന് UPI, അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അത് ഏത് ബാങ്കായാലും കുഴപ്പമില്ല. ഏത് ബാങ്കിലെ അക്കൗണ്ട് നമ്പറിലേക്കും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഏത് ബാങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ആപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ബാങ്ക്, നമ്മുടെ മൊബൈൽ നമ്പർ ഏതൊക്കെ അക്കൗണ്ടിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഫെച്ച് ചെയ്ത് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് അക്കൗണ്ടാണ് പ്രൈമറി നമ്പറായിട്ട് വെക്കേണ്ടത്, ഏത് അക്കൗണ്ടാണ് പ്രൈമറി അക്കൗണ്ടായിട്ട് വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് കാണുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നത്. അപ്പം സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്ക്രീന് മൊബൈൽ ബാർ പേയ്മെൻറ്റ് അഡ്രസ്സ് എന്നാണ്. നമുക്ക് മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് അഡ്രസ്സായിട്ട് വരും.
നമുക്കൊരു മൊബൈൽ നമ്പറിലേക്ക് തന്നെ സെൻഡ് ചെയ്യാം. അപ്പോൾ ആ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ആവുക. അപ്പോൾ ഇതിൻ്റെ വേറൊരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ എവിടെയും റിവീൽ ആവുന്നില്ല, മൊബൈൽ നമ്പർ മാത്രമാണ് റിവീൽ ആവുന്നത്. അതായത് വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു ആപ്പാണ് ഈ ഭീം എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാൻ മാസ്ക് ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഏത് മൊബൈൽ നമ്പറിലേക്കാണ് പോകുന്നത്, അതായത് ഏത് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്, അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആരുടെ പേരിലാണെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. എമൗണ്ട് അടിക്കുക, റിമാർക്സ് കൊടുക്കാം. നമുക്ക് റിമാർക്സ് ഇപ്പോൾ നമുക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ റെൻറ്റ് എന്ന് റിമാർക്സ് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം സെൻഡ് മണി, ഞാനിപ്പോൾ ഇത് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. പേ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കും. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മണി സെൻഡ് എന്ന് പറഞ്ഞിട്ട് യു ഹാവ് സക്സസ്ഫുള്ളി സെൻഡ് ₹100 ടു സച്ച് ആൻഡ് സച്ച് അക്കൗണ്ട്. UPIയിലേക്ക് @UPI എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിലേക്കാണ് പൈസ പോയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഭീം ആപ്പ് വഴി പൈസ അയക്കാനുള്ള ഒരു മെത്തേഡ്. അതിനുശേഷം വേറൊരു മെത്തേഡ് ഉണ്ട്. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് സ്കാൻ ആൻഡ് പേ ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പേ നമുക്ക് റിക്വസ്റ്റ് എന്താണെന്ന് നോക്കാം. ഈ റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആരുടെക്ക് എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിൻ്റെ അടുക്കെന്നോ ആർക്കെങ്കിലും പൈസ നമുക്ക് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷനാണ് ഇത്. അതിൽ റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കാണ് റിക്വസ്റ്റ് അയക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ആ റിക്വസ്റ്റിൻ്റെ ID നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പാസ്വേഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റിക്വസ്റ്റ് സെൻഡ് ആവും. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആളുടെ മൊബൈലിൽ കാണുന്ന ഒരു മെസ്സേജാണ് ഇത്. അതിൽ റിക്വസ്റ്റ് ഫ്രം ഇന്ന UPI ID പെൻഡിങ്. അതിൽ നമുക്ക് പേ ചെയ്യണമെങ്കിൽ പേ ചെയ്യാം. ഇവിടെ പേ ക്ലിക്ക് ചെയ്തതിന് ശേഷം പാസ്കോഡ് അടിച്ചു കഴിഞ്ഞാൽ അത് പേ ആവും. അല്ലെങ്കിൽ നമുക്ക് ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. മൂന്നാമത്തെ ഇവിടുത്തെ ഓപ്ഷനാണ് സ്കാൻ ആൻഡ് പേ. സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു QR കോഡ്, അതായത് ക്വിക്ക് റെസ്പോൺസ് കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഒരാളുടെ അക്കൗണ്ട് തെളിഞ്ഞു വരും. അത് അക്കൗണ്ട് തെളിഞ്ഞു വരിക എന്ന് വെച്ചാൽ UPI ലിങ്ക് ചെയ്തിരിക്കുന്ന ID ആണ് വരിക. അതിലേക്ക് നമുക്ക് പേ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ സ്കാൻ ആൻഡ് പേ എന്നിവിടെ കാണുന്നത്. നമുക്ക് നമ്മുടെ QR കോഡ് ഈ ആപ്പ് വഴി തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് കാണിക്കാം. അപ്പോൾ അതിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ആപ്പ് വഴി, ഭീം ആപ്പ് വഴി ജനറേറ്റ് ചെയ്തിരിക്കുന്ന QR കോഡാണിത്. അപ്പോൾ ഇതൊരാൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാനുള്ള ലിങ്ക് ആക്റ്റീവായിട്ട് വരും. ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കാനർ, നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനറായിട്ട് ആക്റ്റീവായിട്ട് വരും. പിന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസിൻ്റെ ഇൻഫർമേഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും. പിന്നെ പ്രൊഫൈൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതൊക്കെ അതിൽ ഓരോ ഓപ്ഷൻസ് എടുത്ത് സെലക്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ റിക്വസ്റ്റ് അയക്കുകയാണെങ്കിൽ യു ഹാവ് സക്സസ്ഫുള്ളി റിക്വസ്റ്റഡ് ₹100 ഫ്രം ഒരു UPI ID-യിൽ നിന്നും നമ്മൾ ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ സ്ക്രീൻഷോട്ട്സ് എടുത്തതാണ് ഞാൻ. അപ്പം ഭീം ആപ്പിനെ കുറിച്ചുള്ള റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.